എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 111, 112 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് രുക്മിണിയെയും കൊണ്ട് ശ്രീകൃഷ്ണൻ രഥത്തിൽ കയറി വളരെ വേഗത്തിൽ യാത്ര പുറപ്പെട്ടു ദ്വാരകയിലേക്ക് എന്നാണ്. ആ സമയത്ത് വിദർഭ രാജ്യത്ത് അല്ലെങ്കിൽ കുണ്ടിന രാജ്യത്ത് എന്താണ് സംഭവിച്ചത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 111ാമത്തെ ശ്ലോകം നോക്കാം. തത്കർമ്മ ദൃഷ്ട്വാ രണശങ്കിനീനാം പലായനവ്യഗ്രധിയാം ഭയേന യുഗാവസാനാർണവഘോഷകൽപ്പോ ഘോഷഃ പ്രജാനാമുദഭൂത് പടീയാൻ. ആദ്യം പദച്ഛേദം പറയാം. തത് കർമ്മ ദൃഷ്ട്വാ രണശങ്കിനീനാം പലായനവ്യഗ്രധിയാം ഭയേന യുഗാവസാന അർണവഘോഷകൽപ്പ ഘോഷ പ്രജാനാം ഉദഭൂത് പടീയാൻ. ഇവിടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, വിവാഹം കാണാൻ വേണ്ടി വന്നവരുണ്ട്. ആ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വയംവരം ചെയ്യാൻ വേണ്ടി വന്ന രാജാക്കന്മാർ, അവരുടെ ഭടന്മാരൊക്കെ ഉണ്ട്. കാണാൻ വേണ്ടിയിട്ട് രാജകുമാരിയെയും അതുപോലെ ശിശുപാലനെയും ഒക്കെ കാണാൻ വേണ്ടി തയ്യാറായി നിൽക്കണവരുണ്ട്. അതൊന്നുമല്ലാതെ കുണ്ടിന രാജ്യത്തിലെ ജനങ്ങൾ, പുറമേ നിന്നുള്ള ആൾക്കാർ, പരിചാരികമാർ, ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ സന്നിഹിതരായിരുന്നു. അവർക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് പറയാണ്. തത് കർമ്മ ദൃഷ്ട്വാ, ശ്രീകൃഷ്ണൻ ചെയ്തതായിട്ടുള്ള ആ അപഹരണം, ആ പ്രവൃത്തി കണ്ടിട്ട്, രണശങ്കിനീനാം ഭയേന പലായനവ്യഗ്രധിയാം പ്രജാനാം. രണശങ്കിനി പ്രജകളെയാണ് പറയണത്, അതുകൊണ്ടാണ് സ്ത്രീലിംഗത്തിൽ പറഞ്ഞത്. രണം യുദ്ധം, യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് ആശങ്കിക്കുന്നവരായ, അതാണ് രണശങ്കിനി, ആശങ്കിക്കുന്നവരായ. ഇനി ശ്രീകൃഷ്ണൻ ഈ ഒരു പ്രവൃത്തി ചെയ്താൽ രുക്മിണിയുടെ സഹോദരൻ അടക്കമുള്ള ആൾക്കാർ, ശിശുപാലൻ്റെ ആൾക്കാർ ഒക്കെ കൂടി യുദ്ധത്തിന് പുറപ്പെടുമല്ലോ. അതാണ് രണശങ്കിനികളായിട്ടുള്ള പ്രജകൾ എന്ന് പറഞ്ഞത്. രണശങ്കിനീനാം, യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്, ഭയേന പേടിച്ച്, പലായനവ്യഗ്രധിയാം പ്രജാനാം, ഓടിപ്പോകാൻ വ്യഗ്രത കാണിക്കുന്നവരായിട്ടുള്ള പ്രജകൾ. അവിടെ കൂടിയിരുന്ന ആൾക്കാർ പൊതുവെ സാധാരണക്കാർ പലതും കാണാൻ വേണ്ടി നിൽക്കണവരായിരിക്കും. അവർക്കൊക്കെ പേടിയായി, യുദ്ധമാണ് വരാൻ പോണത്, ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെ പേടിച്ചിട്ട് അവരൊക്കെ ആ ഭാഗത്തുനിന്നേ ഓടിപ്പോവാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടി. അതാണ് പലായന വ്യഗ്രധിയാം, ഓടിപ്പോകാൻ തിരക്ക് കൂട്ടുന്നവർ. അവരിത് കണ്ടതോട് കൂടിയിട്ട് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആർത്ത് നിലവിളിക്കണമൊക്കെ ഉണ്ടാവും. യുദ്ധം വരികയായി എന്നുള്ള പേടി, ആ പേടിയെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒച്ചകളും ബഹളങ്ങളും ഒക്കെ എടുത്തിട്ടാവും അവർ ഓടാൻ പുറപ്പെടണത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എന്തായി തീർന്നു എന്ന് കവി പറയാണ്. പലായന വ്യഗ്രധിയാം പ്രജാനാം, ആ പ്രജകളുടെ ശബ്ദം എന്തുപോലെയായി? യുഗാവസാന അർണവ ഘോഷകൽപ്പ പടീയാൻ ഘോഷ. യുഗാവസാന അർണവ ഘോഷകൽപ്പ, യുഗാവസാനത്തിൽ, ചതുർയുഗങ്ങളും അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ യുഗങ്ങൾ തീരുമ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഭൂമിയിൽ ചില അത്യാഹിതങ്ങൾ സംഭവിക്കുമത്രേ. അതെന്താണ്? സമുദ്രങ്ങൾ, 4ആയി കിടക്കുന്ന ചതുസ്സമുദ്രങ്ങൾ എന്നൊക്കെയാണ് പുരാണ കഥകളിൽ പറയണത്. ഇന്നാണെങ്കിൽ അത് 7ആണ്. എന്തൊക്കെയായാലും നമുക്ക് ചുറ്റുപാടും, ഭൂമിക്ക് ചുറ്റുപാടും പല ദിക്കിലുമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള സമുദ്രങ്ങൾ വന്ന് ഒന്നു ചേരും, സമുദ്രങ്ങളൊക്കെ ഒന്നാവും, ഭൂമി അല്ലെങ്കിൽ കര ഇല്ലാതെയാവും എന്നൊക്കെയാണല്ലോ പറയണത്. അതാണ് ഇവിടെ പറയണത്. യുഗാവസാനത്തിൽ ഒന്നിച്ചു ചേരുന്നതായിട്ടുള്ള സമുദ്രങ്ങളുടെ ശബ്ദത്തിന് തുല്യമായ, അതാണ് യുഗാവസാന അർണവ ഘോഷകൽപ്പ, അർണവത്തിൻ്റെ ഘോഷം ശബ്ദം, അതിന് കൽപ്പം തുല്യമായിട്ടുള്ള. അപ്പോൾ യുഗാവസാനത്തിലെ സമുദ്രങ്ങൾ ഒത്തുചേരുമ്പോൾ എന്തൊരു ഭീമമായിട്ടുള്ള ഒച്ച ഉണ്ടാവുക! അത്രയ്ക്ക് ആ ഒച്ചയ്ക്ക്, അതിനുള്ള ആ ശബ്ദത്തിന് തുല്യമായ ശബ്ദത്തോടു കൂടിയിട്ടാണ് പടീയാൻ ഘോഷ, അത്രയും വലിയൊരു ശബ്ദമാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ജനങ്ങൾ ഉണ്ടാക്കിയത്. അവർ വേണംചെട്ട് ശബ്ദം ഉണ്ടാക്കിയതൊന്നുമല്ല. പേടിച്ചോടിപ്പോകുന്നതിൻ്റെ ശബ്ദങ്ങൾ, അവർ പേടിച്ചിട്ടുണ്ടാക്കുന്ന ശബ്ദങ്ങൾ, രഥങ്ങളും കുതിരകളും ഒക്കെ ഓടണ ശബ്ദങ്ങൾ, ഇങ്ങനെ പലതിൻ്റെയും കൂടിച്ചേർന്നിട്ടുള്ള ശബ്ദങ്ങൾ, ഇതൊക്കെ കൂടിയിട്ട് കേട്ടാൽ തോന്നുക ഇങ്ങനെയൊക്കെ ആകുമായിരിക്കും. സമുദ്രങ്ങളൊക്കെ കൂടിയിട്ട് യുഗാവസാനത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന അതിഭീമമായിട്ടുള്ള, ഏറ്റവും ഭയങ്കരമായിട്ടുള്ള, പേടിപ്പെടുത്തുന്നതായിട്ടുള്ള
ശബ്ദം പോലെ തോന്നിച്ചു. അങ്ങനെയാണ് ജനങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയത്. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഈ കാഴ്ചയൊക്കെ രുക്മിണിയും ശ്രീകൃഷ്ണനും കാണുന്നുണ്ട്. അങ്ങനെ രുക്മിണി എന്താണ് ചെയ്തത്? അതായത് മോഹാലസ്യം ഒന്ന് കുറഞ്ഞു, രഥത്തിലൊക്കെ കയറി എന്താ ഇപ്പം നടക്കണത് എന്നുള്ള ബോധ്യമൊക്കെ കുറേശ്ശെ രുക്മിണിക്ക് വന്നപ്പോൾ എന്താ ചെയ്തതെന്നാണ് കവി അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ, 112 ശ്ലോകം. പലായമാനേപി ശരീരവർഗേ തത്ര സ്ഥിതം വീക്ഷ്യ സഖീ സമാജം ചാരുസ്മിതാ സാ കരസംജ്ഞയൈവ പുരപ്രവേശായ സമാധിദേശ. നമുക്ക് പദച്ഛേദം പറയാം. പലായമാനേ അപി ശരീരവർഗേ തത്ര സ്ഥിതം വീക്ഷ്യ സഖീ സമാജം ചാരുസ്മിതാ സാ കരസംജ്ഞയാ ഏവ പുരപ്രവേശായ സമാധിദേശ. ഇവിടെ എന്താണ് പറയണതെന്നാണെങ്കിൽ, ജനങ്ങളൊക്കെ ഓടിപ്പോവുകയാണല്ലോ, അതിനെ പറ്റിയിട്ടാണ് പറയണത്. ശരീരവർഗേ പലായമാനെ. ശരീരവർഗം എന്നുള്ളത് കൊണ്ട് പ്രജകൾ, ജനങ്ങൾ എന്നൊക്കെ അർത്ഥം. ശരീരമുള്ളവർ ശരീരവർഗം എന്ന് പറയണതാണ്. അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ, അവരെല്ലാവരും പലായമാനേ അഭി, അവരൊക്കെ ഓടിപ്പോവുകയാണ്. കാണാനായിട്ട് വെറുതെ കാഴ്ച കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവനും പേടിച്ചോടിപ്പോയപ്പോഴും പലായമാനേ അഭി, എന്നിട്ടും ഓടാത്തൊരു കൂട്ടരുണ്ട്. അതാരായിരുന്നു? തത്ര സ്ഥിതം സഖീ സമാജം. രുക്മിണിയുടെ കൂട്ടുകാർത്തികളെ കുറേ തോഴിമാരെ അമ്പലത്തിലേക്ക് സഹായം കൊടുത്ത് എല്ലാ കാര്യങ്ങളും, രുക്മിണിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഇഷ്ടങ്ങളും ഇംഗിതങ്ങളും ഹിതങ്ങളും ഒക്കെ അറിയാവുന്ന കുറച്ച് കൂട്ടുകാർത്തികളുണ്ട്, സഖിമാർ. അവരവിടെ അങ്ങനെ നോക്കി നിൽക്കുക. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മുഴുവൻ മനസ്സിലായില്ല. ആ കാഴ്ചയും കൊണ്ടുകൊണ്ട് നിൽക്കുന്നവരായിട്ടുള്ള സഖീ സമാജം. തത്രൈവ, അവിടെ തന്നെ നിൽക്കുന്നവരായിട്ടുള്ള സഖീ സമാജത്തെ, സഖീ സമാജം കൂട്ടം, തൻ്റെ കൂടെ വന്നവരായ, അമ്പലത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്കും പോകാൻ സംരക്ഷണമൊക്കെ നൽകിക്കൊണ്ട് നിൽക്കുന്നവരായിരുന്ന ആ സഖിമാരെ വീക്ഷ്യ, നോക്കിയിട്ട്, ചാരുസ്മിത, ഒരു മന്ദഹാസത്തോടു കൂടിയിട്ട്, സാ രുക്മിണി, ആ രുക്മിണി എന്ത് ചെയ്തു? കരസംജ്ഞയാ ഏവ, തൻ്റെ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചു. കരസംജ്ഞയാ ഏവ, എന്താ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത്? പുരപ്രവേശായ സമാധിദേശ, കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പൊക്കോളൂ എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, അകത്തേക്ക് പൊക്കോളാൻ നമ്മൾ എന്താ കൈകൊണ്ട് കാണിക്കണമെന്ന്. അതന്നെയാണ് സുകുമാരകവി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രുക്മിണി ചാരുസ്മിതയായത്, മന്ദഹാസം പൂണ്ടത് എന്തുകൊണ്ടാണ്? താൻ ആരെയാണോ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചത് ആ ആൾ തന്നെ അപഹരിച്ചു. ഇതന്നെയായിരുന്നു മോഹം. വരണം, ഭഗവാൻ വരണം, ശ്രീകൃഷ്ണൻ്റെ കൂടെ പോകണം, അതെങ്ങനെയെങ്കിലും ഭഗവാൻ നടപ്പാക്കും എന്നുള്ളത് രുക്മിണിക്ക് അറിയായിരുന്നു. ആ സന്തോഷം കൊണ്ടാണ് ഒരു മന്ദഹാസം മുഖത്ത് വന്നത്. അതുപോലെ തന്നെ തന്നെ സഹായിച്ച സഖിമാർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്, അവർ യുദ്ധത്തിൽ നിന്നും പെടരുത്, അവർക്ക് അംഗഭംഗങ്ങളോ ജീവനാശമോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തിരക്കിൻ്റെ ഇടയിലൊന്നും പെട്ട് ബുദ്ധിമുട്ടരുതെന്ന് കരുതിയിട്ടാണ് രുക്മിണി തൻ്റെ കൈകൊണ്ട് അകത്തേക്ക് കയറിപ്പൊക്കോളാനുള്ള ഒരു സൂചന കൊടുത്തത്. ആ തിരക്കിൽ നിന്നാൽ സംഭവിക്കാൻ പോണത് എന്താണെന്നുള്ളത് രുക്മിണിക്കറിയാം. ഏട്ടൻ്റെ ആൾക്കാർ വരും, അതുപോലെ ശിശുപാലൻ്റെ ആൾക്കാർ വരും, ശ്രീകൃഷ്ണൻ്റെ സൈന്യം ഇവിടെ തയ്യാറാണ്, അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അതിൽ പെട്ടിട്ട് സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ചും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് കാണിച്ചത്. ഇനി മറ്റൊരു കാരണം കൂടി ഉണ്ട്, ഉറക്ക പറയാനൊന്നും പറ്റിയ സന്ദർഭമല്ല, രുക്മിണിക്ക് അത്രയ്ക്ക് ഉറക്ക പറയാനുള്ള ഒരവസ്ഥയുമല്ല. അതായത് മോഹാലസ്യത്തിൽ നിന്നൊക്കെ കരകയറി വരണേ ഉള്ളൂ. ഇനി ഉറക്ക പറഞ്ഞാലും അത്രയും തിരക്കുള്ള ആ ഒരു വലിയ പ്രദേശത്ത് ഒച്ചയിൽ പറഞ്ഞാലും ആരും കേൾക്കാൻ പോണില്ല. പ്രത്യേകിച്ച് ഇവരുടെ അടുത്തുനിന്ന് മാറുകയും ചെയ്തു. സഖിമാരുടെ അടുത്തുനിന്ന് രഥം കുറച്ച് മുമ്പാക്കം പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാലും ഇവരൊന്നും കേൾക്കാൻ പോണില്ല എന്നുള്ളത് കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ ഒരു തിരക്കിനിടയിൽ ഒച്ചിട്ടിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് കൊണ്ടും രുക്മിണി കൈകൊണ്ട് അകത്തേക്ക് പൊക്കോളാൻ ഇങ്ങനെ കൈ വീശി കാണിച്ചു. ആ സഖിമാരെ സംരക്ഷിച്ചു എന്നർത്ഥം. നല്ല സാധാരണ ഗതിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള സ്വഭാവോക്തികളാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തത്കർമ്മ ദൃഷ്ട്വാരണശങ്കിനീനാം പലായനവ്യഗ്രധിയാം ഭയേന യുഗാവസാനാർണവഘോഷകൽപ്പോ ഘോഷ പ്രജാനാമുദഭൂത് പടീയാൻ പലായമാനേപി ശരീരവർഗേ തത്ര സ്ഥിതം വീക്ഷ്യ സഖീ സമാജം
ചാരുസ്മിതാസാകരസജ്ഞയൈവ പുരപ്രവേശായ സമാധിദേശ. നിർദ്ദേശിച്ചു സമാധിദേശ, നല്ലവണ്ണം കൈകൊണ്ടുള്ള സൂചനകളെ കൊണ്ട്, ഹസ്തചലനങ്ങളെ കൊണ്ട് തൻ്റെ കൂട്ടുകാരികളെ രക്ഷിച്ചു എന്നർത്ഥം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.